ഹലോ എവരിവൺ, ഞാൻ റിറ്റ. ഞാൻ ജോസ്ന. ഞങ്ങൾ 6th സെമസ്റ്റർ BSc സ്റ്റുഡൻസ്. ഇന്ന് ഓണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പൂക്കള മത്സരം നടക്കുകയാണ്. ഇവിടെ 4 ഹൗസസ് ഉണ്ട്. അവരെല്ലാം പ്രിപ്പറേഷനിലാണ്. നമുക്ക് നോക്കാം. ഹലോ, ഇത് ഏത് സെമ്മാണ്? ഞങ്ങൾ 6th സെം സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇതിപ്പം പൂക്കള മത്സരമല്ലേ? അപ്പം കഥകളിയുടെ തീം എടുക്കാനുള്ള കാരണം? കേരളയുടെ ഫോക്ക് പ്ലേ ആണ് കഥകളി. പിന്നെ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ക്ലാസ് കോമ്പറ്റീഷൻ ആയ കാരണം എല്ലാവരും നല്ല കോമ്പറ്റീഷൻ മൈൻഡൊക്കെ ആയിട്ടാണ് എടുക്കണത്. കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കഥകളി എടുത്തേക്കണത്. ഇതിന് പ്രൈസ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അത് ജഡ്ജസ് ഡിഫറൻസ്. ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് പറയാൻ പറ്റുള്ളൂ ഫസ്റ്റ് കിട്ടോ ഇല്ലേ. തുടക്കം ഇട്ടിട്ട് കുഴപ്പമില്ല, നല്ലതാ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്നത്തെ പൂക്കള മത്സരത്തിൽ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ്? ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാരണം ഞങ്ങൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ. ജോലിറ്റ, ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്തും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരോടും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഇന്നിവിടെ ചെയ്യാൻ? ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു ഏരിയ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. ഇവിടെ ഫുള്ള് പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഞങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയും നടപ്പിലാക്കുക, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. What you are expecting tomorrow's program? Okay, so well, actually after coming to Bangalore only I came to know about this Onam, and in Sarvodaya I am going to celebrate first Onam, and I feel it's very good because all are busy in decorations. You can see even I am also supervising the students, so it's feel very good. So tomorrow I think something is going to be very excited as we are going to celebrate 2025 Onam. Yes, we all will enjoy and we will have a very delicious lunch followed by the program. So it will be, I think it's a great fun tomorrow. അപ്പോൾ ഗൈസ്, നമ്മൾ ആങ്കറിങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാനും ജെഫ്രിനും ഉണ്ട് ആങ്കറിങ്ങിന്. അപ്പൊ ഇനി നമ്മളാണ് ഇവിടെ ഇനി അടുത്ത കാര്യങ്ങൾ. ഇപ്പൊ ജോസ്നയുടെ കയ്യിൽ നിന്നും നമ്മള് മൈക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളാണ് ബാക്കി പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഓരോരുത്തരുടെ അടുത്തേക്ക് പോയി എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവരുടെ ഓൾഡ് മെമ്മറീസ് ഓഫ് ഓണം, നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ശ്രേയസിനോട് കുറച്ച് ഓണത്തിനെ പറ്റി, പുള്ളിയുടെ പഴയ മെമ്മറീസും ഇപ്പൊ എന്താണൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്താണ് ഇപ്പൊ ഓണം നാളെയാണ്. അപ്പൊ അതിന്റെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ടല്ല, പൂവൊക്കെ കെട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയാണോ? ഞാൻ ഇവിടെ നിൽപ്പുണ്ട്, മേളിലുണ്ട്. നമ്മളെല്ലാം നോക്കി നിൽക്കണല്ലോ. അപ്പൊ സ്റ്റേജിൽ കുറെ പേര് നിൽപ്പുണ്ട്. എല്ലാത്തിനും നമ്മളൊക്കെ ഉള്ളൂ. അതൊക്കെയാണ്. അപ്പൊ എല്ലാം നല്ലപോലെ നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ വേറെ എന്താണ് പഴയ ഓണത്തിന്റെ ഒരു പഴയ ഓണത്തിന്റെ ട്രെയിനിൽ തള്ളിപ്പിടിച്ച് പോകുന്നതും പിന്നെ ഇവിടുത്തെ ഫുഡ് കഴിക്കണതും. നാട്ടിലെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ഓണക്കളികൾ, ഓണത്തല്ല്, അതെല്ലാം നല്ലൊരു ഓർമ്മകളാണ്. അപ്പൊ നാളെ ഓണാഘോഷമാണ്, അറിയാലോ. അപ്പൊ നാളത്തെ ഓണാഘോഷത്തിന് വേണ്ടി എന്തെല്ലാം പ്രശ്നമാണ് ഇവിടെ നടന്നിരിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇവിടെ മെയിൻ ഹാളിൽ ഇവിടെ അലങ്കാരം, ഓഡിറ്റോറിയത്തിൽ അലങ്കാരം, നമ്മുടെ ക്ലാസ് വൈസ് ആയിട്ട് എല്ലാവരും അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നാളത്തെ ഓണത്തിന് വേണ്ടി. അപ്പം ഗൈസ്, ഇവിടെ നമ്മുടെ കുറച്ച് ഫസ്റ്റ് ഇയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവരിവിടെ ഡെക്കറേഷന്റെ പരിപാടിയാണ്. അപ്പം നമുക്ക് ഇവരോട്, ഇവരുടെ ഫസ്റ്റ് ഓണമാണ്, അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഓണത്തിനെ പറ്റി ഇവർക്ക് എന്തൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, എന്താണ് എനിക്ക് പറയാനുള്ളത്? നാളെ ഓണം കളറാവോ? നാളെ ഓണം സെറ്റാ, വിളിക്കും. പ്ലാൻ? അതെ. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് ആൾക്കാർ അത്തക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ഇവിടെ എന്താണ്, അവർ ഏത് ക്ലാസ് ആണ്, എന്തിന്റെ അത്തക്കളാണ് ഇടുന്നത് നമുക്ക് ചോദിക്കാം. ഇല്ല, കപ്പൊന്നും ഒരിക്കില്ല. സീരിയസ് മൈൻഡ് ഒന്നല്ല, പക്ഷെ എങ്ങനെയെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. പാർട്ടിസിപ്പേഷൻ ആണ്. ഞങ്ങൾ കപ്പൊന്നും അല്ല ഞങ്ങളുടെ മനസ്സിൽ, പാർട്ടിസിപ്പേഷൻ മാത്രം. അപ്പൊ ഇവിടെ നമ്മുടെ ഫൈനൽ ഇയേഴ്സിന്റെ അത്തപ്പൂക്കളാണ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം, ഇതിനെ എങ്ങനെ. ഞങ്ങൾ 4th ഇയേഴ്സിന്റെ അത്തപ്പൂക്കളാണ്. ഭയങ്കര സിമ്പിളായിട്ടും ഭയങ്കര ഭംഗിക്കാണ് ഇട്ട. തീമൊന്നുമില്ല. ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾക്ക് വല്ലതൊക്കെ കിട്ടും. അപ്പം ഇവരുടെ ഫസ്റ്റ് ഓണാണ്. നമുക്ക് ഇവരുടെ ഫസ്റ്റ് ഓണത്തെ പറ്റി എന്താണ് പറയാനുള്ളത് ചോദിക്കാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ ഫസ്റ്റ് ടൈം അല്ലേ, എങ്ങനെയൊക്കെയാണെന്ന് അറിയാനുള്ള തോന്നുന്നുണ്ട്. ഗൈസ്, നമുക്കിവിടെ നമ്മുടെ രാജ് സാറ്, രോഹിത്, കിരണെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് ഓണത്തിനെ പറ്റി ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. ചോദിക്കൂ, കിരണോട് ചോദിക്കൂ.
അപ്പൊ നാളത്തെ ഓണത്തിനെ പറ്റി എന്തെല്ലാം എക്സ്പെക്ടേഷൻസ് ആണ് വെച്ചിരിക്കുന്നത്? നാളത്തെ ഓണ സെലിബ്രേഷനെ പറ്റി നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? നാളെ നമ്മൾ പൊളിക്കും. നാളെ ഓണം നമ്മൾ നോക്കും. 6th സെമ്മിന്റെ ആണ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ, ഡെക്കറേഷൻ ഒക്കെ 6th സെമ്മിന്റെ ആണ്. അപ്പൊ അതിന്റെ ഒരു ഹോപ്പ് ഉണ്ട് പരിപാടി നമ്മൾ നോക്കുന്നുള്ളത്. അത് തന്നെ. കിരൺ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നാളത്തെ ഓണസദ്യനെ പറ്റി എന്താ പറയാ? നല്ലൊരു അഭിപ്രായം. എല്ലാ തവണയും നല്ലൊരു സദ്യയാണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. സദ്യ കിട്ടിയില്ലെങ്കിൽ ഇടിച്ച് അങ്ങനെയൊന്നുമില്ല. അനുരാജിന് എന്താണ് നാളത്തെ ഓണം പരിപാടിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. നമ്മളെ പിള്ളേർ എല്ലാ ഐറ്റവും നമ്മൾ തീർക്കും. എല്ലാ ഐറ്റങ്ങളും നമ്മൾ 6th സെം അപ്പൊ 6th സെം ഓണം തൂക്കുന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ 6th സെം ഓണം തൂക്കുന്നാണ് മൊത്തത്തിൽ എല്ലാവരുടെയും അഭിപ്രായം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 6th സെമ്മിന്റെ അത്തക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്വന്തം ബാച്ചിന്റെ അത്തക്കളാണ്. നാളെ ഇതിന് കപ്പടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള മൈൻഡിൽ മാത്രമാണ് ഇവരിടുന്നത്. ഇവരെ കാണുമ്പോൾ നമുക്കറിയാം. അപ്പം നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ചോദിക്കും നമ്മുടെ 6th സെമ്മിന്റെ അത്തക്കളം. അപ്പൊ അത്തക്കളം കപ്പടിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റും, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓണപരിപാടികൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ക്ലാസ്സുകാരും അത്തപ്പൂക്കള മത്സരത്തിനായിട്ടുള്ള ഒരുക്കങ്ങളും പരിപാടികളൊക്കെയാണ്. അപ്പം നാളെ ഓണാഘോഷത്തിന് എല്ലാവരും മുണ്ടും ഷർട്ടും സാരിയും എല്ലാം ഇട്ട് അടിപൊളിയാക്കാനാണ് പോണം. നാളത്തെ ഓണാഘോഷത്തിന് എല്ലാവരെയും കാണാം. അപ്പൊ ഗായ്സ്, ഇവിടെ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ 6th സെമ്മിലെ പിള്ളേരാണ് മൊത്തം പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, 4th ഇയറിൽ 2-3 പേരുണ്ട്. നമ്മളെ 6th സെം ആണ് മൊത്തത്തിൽ ചെയ്തതാണ് മൊത്തത്തിലൊരു അഭിപ്രായം. നമുക്ക് കുറച്ച് ആൾക്കാരോട് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഫൈനൽ ഇയർ ആയ ലാസ്റ്റ് ഓണം ആഘോഷിക്കുന്ന ശ്രേയ ചേച്ചിയോട് നമുക്ക് ചോദിച്ചു തുടങ്ങാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നാണ് പറയാനുള്ളത്. അപ്പം നമുക്കിതാ സെറിൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സെറിൻ പറയൂ. ഒരു പണിയില്ലാതെ ഇപ്പൊ വന്നേ ഉള്ളൂ. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്റെ എല്ലാവിധ സപ്പോർട്ടും. ഇവിടെ കുറച്ച് പേര് ചോദ്യം ചോദിക്കാൻ വരും എന്ന് പറഞ്ഞാൽ റെഡി ആയിരിക്കും. നമുക്ക് അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ കാണാം. അപ്പൊ നിങ്ങളോട് ചോദിച്ചില്ലാന്ന് വിചാരിക്കണ്ട. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അഭിനന്ദ് ഇവിടെ ഉണ്ട്. അഭിനന്ദിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് അഭിനന്ദിനോട് ചോദിച്ചറിയാം. പറയുമ്പോ ഈ ഒരു വർഷം ഓണം എന്ന് പറയുമ്പോൾ നാളത്തെ പരിപാടി എന്ന് പറയുമ്പോൾ പരിപാടിയെക്കാട്ടി കൂടുതൽ നാട്ടിൽ പോകുന്നതാണ് എല്ലാവർക്കും താല്പര്യം. അപ്പൊ ഓണം എല്ലാവരും നാട്ടിൽ പോയിട്ട് അടിച്ചു വിളിക്കുകയാണ്. ഇത് ചുമ്മാ അതിന്റെ ഒരു മുറയ്ക്കങ്ങ് നടന്നു പോകുന്നു. അപ്പം നമ്മുടെ അഭിനന്ദിന്റെ മനസ്സിൽ മൊത്തം നാട്ടിൽ പോകുന്ന കാര്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം അഭിനന്ദിന്റെ ബോഡി മാത്രമേ ഉള്ളൂ. അഭിനന്ദിന് നാട്ടിൽ പോകണമെന്നൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ മാളവിക ഇവിടെ എല്ലാവരും മാളവിക, നാളത്തെ ഓണത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? സ്റ്റേജ് 6th സെം നടത്തുന്നത് കൊണ്ട് സൂപ്പർ ആയിരിക്കും. പിന്നെ നാളത്തെ പരിപാടിക്കുള്ള സാരി കാര്യങ്ങളൊക്കെ സെറ്റാണോ? സാരിയും മുല്ലപ്പൂ നീ വാങ്ങി തന്നെ. ബാക്കി എല്ലാം ഓക്കെയാണ്, എല്ലാം റെഡിയാണ്. ഇനി ഇതും കൂടി കഴിഞ്ഞാൽ മതി. പിന്നെ നാളത്തെ സദ്യക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങളെല്ലാവരും. അപ്പൊ അത്രയൊക്കെയാണ് ഇവിടുത്തെ ഓണപരിപാടികളും കാര്യങ്ങളും. ഇവിടത്തെ ഓണപരിപാടികളുടെ ഡിസൈൻ വർക്കും ഡെക്കറേഷനൊക്കെ തകൃതിയായിട്ട് നടക്കാണ്. അപ്പൊ ഇനി എല്ലാവർക്കും നമുക്ക് നാളത്തെ ഓണപരിപാടിക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. I am Diana Halam from 4th year BSc Nursing. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. I am Preeti from 4th year BSc Nursing. So today we celebrate Onam in our college. And so our experiences in Sarvodaya has been amazing. Like we did not know about Onam at all, but our classmates, our teachers, and everybody else here who came from Kerala, who knows about the culture of Kerala, they know how to do it. They have taught us a lot of things. They have introduced us to a lot of things. Example, the Tiruvadira, which is a dance form that they dance, and also the flower here, the arrangement, which is made with flowers called Bukalam. And also there were a lot of things we experienced with our classmates, with our friends, and like we enjoyed a lot in all of these years. So here is one of our Bukalam made by our own juniors in a competition. And this was here, the center part, which is called a Valankali, is a sport that is played during the Onam in Kerala. This is a Onam Pukalam made by our own classmate, and this is an Onam Sadhya
this platter is eaten during our Onam festival. So this is the preparation of our main Pukalam. So this is our classmate Aditya and Abhisa. They are in process of making Pukalam. So after 1-2 hours it will be done, and after they will show you again. These are the flower decorations which is going to be hung on the walls and on the sideways, and these are prepared all by our friends and our juniors, and everyone is involved here. Since it's a festival of togetherness, everyone is working together for it. ഹായ്, അപ്പോൾ ഞങ്ങൾ നാളെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം 6 എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നാളെ ഞങ്ങൾ സ്റ്റേജിൽ പൊളിക്കുന്നതായിരിക്കും. സോ വെയിറ്റ് ആൻഡ് സീ, സ്റ്റേ ട്യൂൺ. നാളത്തെ ഓണ സെലിബ്രേഷന്റെ പേരെന്താണെന്ന് പറയാൻ? കലഹം. 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 വേറെന്താണ് പറയാനുള്ളത്? നാളത്തെ ഓണത്തിന് പ്രത്യേകിച്ച് ഒന്നും പറയല്ല, ഹാപ്പി ഓണം. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. As we are celebrating our Onam tomorrow in our college, all of you are invited to come and attend the Onam celebration. And we all wish you a happy Onam. ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നാളെ കാണാം ഗൈസ്. അപ്പം നാളത്തെ ഓണം നമുക്ക് പൊളിക്കാം. അപ്പം എല്ലാവരും പറയൂ.